തെക്കൻ ചൈനയിലും തായ്വാനിലും ആഞ്ഞടിച്ച് റാഗസ ചുഴലിക്കാറ്റ്. തായ്വാനിൽ ഇതുവരെ 17 പേർക്ക് ജീവൻ നഷ്ടമായതായാണ് കണക്കുകൾ. ലക്ഷക്കണക്കിന് ആളുകളെയാണ് ചുഴലിക്കാറ്റും മഴയും ബാധിച്ചിരിക്കുന്നത്. വടക്കൻ ഫിലിപ്പീൻസിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി. ബുധനാഴ്ച ഹോങ്കോങ്ങിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. മരങ്ങൾ വീണ് റോഡുകളിൽ ഗതാഗത തടസ്സം രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ചൈനയുടെ തെക്കുകിഴക്കൻ ഗാങ്ഡോങ് പ്രവിശ്യയിലെ തായ്ഷ്വാൻ കൗണ്ടിയിൽ മണിക്കൂറിൽ 241 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നതെന്ന് BBC റിപ്പോർട്ട് പറയുന്നു. തെക്കൻ ചൈനയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതോടെ ഏകദേശം 20 ലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. തെക്കൻ ചൈനീസ് നഗരങ്ങളായ സുഹായ്, ഷെൻഷൻ, ഗ്വാങ്ഷോ എന്നിവിടങ്ങളിൽ കടൽവെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് പോലീസ് ജാഗ്രത തുടരുകയാണ്. കാറ്റഗറി 5 ചുഴലിക്കാറ്റിന് തുല്യമായ റാഗസ ഈ വർഷത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ്. ഗുവാങ്ഡോങ് തീരത്ത് കൊടുങ്കാറ്റ് കരയിലേക്ക് ആഞ്ഞടിച്ചതോടെ ചൈനീസ് സ്ഥാപനങ്ങളും സ്കൂളുകളും അടച്ചുപൂട്ടി. കൊടുങ്കാറ്റ് തീരപ്രദേശം കടന്നപ്പോഴുണ്ടായ നാശനഷ്ടത്തിൽ ഹോങ്കോങ്ങിൽ 90 പേർക്ക് പരിക്കേറ്റതായാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഹോങ്കോങ്ങിന് പടിഞ്ഞാറുള്ള നഗരമായ യാങ്ജിയാങ്ങിൽ ബുധനാഴ്ച രാവിലെ കാറ്റ് വീശിയതിനാൽ തെരുവുകൾ മിക്കവാറും ശൂന്യമായി കിടക്കുകയാണ്. കൊടുങ്കാറ്റ് പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ കാറ്റിന്റെ വേഗത ക്രമേണ ദുർബലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ മേഖലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. Subscribe to One India and never miss an update.